ഇന്ന് നമ്മൾ ചീരയും ചുവപ്പ് ചീരയും മുരിങ്ങയും ഉപയോഗിച്ചിട്ട് കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് ഒരു ചെറിയ തണ്ട് ബീറ്റ്റൂട്ടിൻ്റെ ഇലയും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും കൂടെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് 2 ടീസ്പൂണ് സാമ്പാറിലേക്ക് ഇടുന്ന പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഒരു ചെറിയ പീസ് പാവയ്ക്കയും കൂടെ മുറിച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം മതി, അത് ഓപ്ഷണലാണ്. ഇത്രയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കണം. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഏകദേശം ഉരുളക്കിഴങ്ങും കഷ്ണങ്ങളൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വെന്തതിന് ശേഷം നമ്മൾക്ക് ഒരു ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയായിട്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതും കൂടെ നമ്മളെ കറിയിലേക്ക് ഒഴിക്കാം. പുളി ആവശ്യമുള്ളവർക്ക് പുളി എടുത്തിട്ട് പുളി ഒഴിക്കാം. എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം ബീറ്റ്റൂട്ടിൻ്റെ ഇല ഇടുകയാണ്. അതിന് ശേഷം നമ്മൾ തിളച്ച് വരുമ്പോൾ ചുവപ്പ് ചീര, ഇത് കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ട് ചീര കുറച്ച് ആദ്യം ഇടാം. ഇതിന് വരെ വേറെ ഏത് ചീരയും ഉപയോഗിക്കാം. കുറച്ച് വേവുള്ളതുകൊണ്ട് മുരിങ്ങയേക്കാൾ വേവ് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് വേവിച്ചിട്ട് ഇതുപോലെ വെള്ളമൊക്കെ വറ്റി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഇനി ഇതിലേക്ക് സാമ്പാറിൽ ആവശ്യമുള്ള സാമ്പാർ കായം പൊടിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു 1/4 ടീസ്പൂണ് കായം പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. സാമ്പാർ കായമാണ്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് വെള്ളം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കറി വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ മുരിങ്ങയുടെ ഇല അവസാനമായിട്ട് മുരിങ്ങയുടെ ഇല ചേർക്കാം. മുരിങ്ങയുടെ ഇല ലാസ്റ്റ് ചേർത്താൽ മതി, കാരണം മുരിങ്ങയുടെ ഇലയ്ക്ക് ഒന്ന് തിളച്ചാൽ മതി, ചെറിയ വേവേ ഉള്ളൂ. ഒരുപാട് വെന്ത് പോയാൽ അതിൻ്റെ രുചിയും ഗുണമൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് മുരിങ്ങയുടെ ഇല ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. മുരിങ്ങയുടെ ഇല തിളച്ച് വരുമ്പോഴേ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളച്ച് വരുമ്പോഴേ നമ്മൾ തീ ഓഫ് ചെയ്യണം. അടുത്തത് നമുക്ക് ഉള്ളി ഇതിലേക്ക് വറുത്തിടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ആദ്യം ഒരു നുള്ളു ഉലുവ പൊട്ടിക്കുക. ഏകദേശം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകം ആണ് ചേർക്കുന്നത്. അത് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അടുത്തത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മൂപ്പിക്കാം. ഏകദേശം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 അല്ലി കറിവേപ്പില ഇടാം. എന്നിട്ട് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളെ കറിയിലേക്ക് വറുത്ത് ഇട്ടത് ഒഴിക്കാം. കറി ഏകദേശം ഗ്യാസ് ഓഫ് ചെയ്തായിട്ടും മൺചട്ടി ആയതുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങയുടെ ഇല വേവ് കൂടാതെ ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഉലുവയും ഉള്ളിയും
കറിവേപ്പില എല്ലാം കൂടെ വറുത്ത് വെച്ചിട്ട് ചേർത്ത് ഇളക്കാം. നന്നായിട്ട് ഉള്ളി വറുത്തൊക്കെ കൂട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്തായാലും ഇലക്കറികളൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഇതും കൂടെ ഒന്ന് പരീക്ഷിക്കാം. നല്ലൊരു കറിയാണ്. ഇനി നമുക്ക് ചോറ് കൂട്ടിയിട്ട് കഴിക്കാം. ഇത് ചൂരമീൻ അച്ചാറാണ്. വീട്ടിലുണ്ടാക്കിയ ചൂരമീൻ അച്ചാറും ചീരക്കറിയും കഴിക്കാം.